അങ്ങനെ എൻ്റെ കുക്കിംഗ് എല്ലാം ഇപ്പോഴാണ് കഴിഞ്ഞത് കേട്ടോ. ഇന്നിപ്പോൾ ഷെഫി ഇല്ല. ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് ചോദിക്കാൻ ഷെഫി ഇല്ല കേട്ടോ. ഷെഫിയാണ് അബ്ദുള്ളനെ എടുക്കാൻ വേണ്ടി സ്കൂളിൽ പോയിക്കോണം. അങ്ങനെ 12 മണിയായി എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പം. ഇന്നാണെങ്കിൽ ഇന്ന് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. സ്പെഷ്യൽ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ഇന്ന് പിന്നെ കുറച്ച് കൊഞ്ചുണ്ടായിരുന്നു, അപ്പോൾ കൊഞ്ച് ഫ്രൈ ചെയ്ത് ബാക്കിയൊക്കെ ഞാൻ വെയിറ്റ് ചെയ്ത് കാണിച്ചു തരാമേ കുറച്ചൊക്കെ. ദേണ്ടേ നമ്മുടെ ചോറ് റെഡി. ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി കേട്ടോ, ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി. പിന്നെ വേണ്ട രസം, മുട്ട പൊരിച്ച് വെച്ചിട്ടുണ്ട്, ചുട്ടരച്ച ചമ്മന്തി, പിന്നെ വേണ്ട പ്രോൺസ് ഫ്രൈ ചെയ്തത്. അപ്പോൾ കണ്ടില്ലേ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന്. ഞാൻ ആദ്യം കരുതിയത് കൊഞ്ച് കറി വെക്കാമെന്നാണ് കേട്ടോ. പിന്നെ വിചാരിച്ച് വേണ്ട, കറിയേക്കാട്ടിലും നല്ലത് കൊഞ്ച് ഫ്രൈ ചെയ്യുന്നു. കുറച്ച് കൊഞ്ചേ ഉള്ളായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ വാങ്ങിച്ചതിൻ്റെ കുറച്ചു അധികം ഫ്രിഡ്ജിലിരുന്നതാണേ. അപ്പോൾ അത് ഫ്രൈ ചെയ്തിട്ട് ചമ്മന്തി, ചുട്ടരച്ച ചമ്മന്തിയും രസവും മുട്ട പൊരിച്ചതൊക്കെ കൂട്ടി ചോറിനാൻ നല്ല രസമല്ലേ കേട്ടെ. പിന്നെ വാഴയിലേക്ക് പോയപ്പോഴാണെങ്കിൽ വാഴയില കിട്ടിയില്ല. വാഴയിലാണെങ്കിൽ വെച്ചിട്ട് കഴിക്കാനുമ്പം പഴയ ന്യൂസ്റ്റ് ഓർമ്മ വരും, സ്കൂളിൽ പഠിക്കുന്നതേ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്. നിങ്ങളുടെ എന്തൊക്കെയാണെന്ന് പറയണേ. ആ കുറേ പേര് എന്നോട് ചോദിച്ചാൽ അത് ഞാൻ ഇട്ടിരിക്കുന്ന മൈലാഞ്ചി ശർക്കര മൈലാഞ്ചി ആണെന്ന് കേട്ടോ. അത് ശർക്കര മൈലാഞ്ചിയാണ്. ഒക്കെയാണെന്ന് പറയണേ കേട്ടോ. ഇത് ഞങ്ങൾക്ക് മീനില്ല, മീൻ കൊഞ്ച് ഫ്രൈ മാത്രം, ബാക്കിയെല്ലാം പച്ചക്കറികളാണ്. ഇവിടെ തണുപ്പായാലും ഇഷ്ടംപോലെ പച്ചക്കറികൾ കിട്ടും കേട്ടോ. അപ്പോൾ പച്ചക്കറികളാണ്, ഇതെല്ലാം ഓർഗാനിക്കാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ തണുപ്പ് കഴിയുന്നത് വരെ ഇവിടെ പച്ചക്കറികളായിരിക്കും. അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് പറയണേ. ഡ്യൂട്ടിക്ക് വന്നേരമായി. ടാറ്റാ.